നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം നീ എന്താ ഇവിടെ? നിനക്കെന്താ കോങ്കണ്ണം പിടിച്ചോ? ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീയല്ല, അവൻ എങ്ങനെ ഇവിടെ? യവൻ ലോ ലവ ഇതുവായി ജ്യോതിഷ് ശങ്കർ ഡയറക്റ്റ് ചെയ്ത പൊന്മാൻ മൂഡ് കിട്ടിയോ നിങ്ങൾക്ക്? പൊന്മാൻ മൂഡ് കിട്ടിയോ? പൊന്മാൻ മൂഡ് എനിക്ക് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. ഇതുവായിക്ക് ഒരു പൊന്മാൻ മൂഡ് കിട്ടിയിട്ട് സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ജോസഫിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ഈസിയാണ്. അതുകൊണ്ട് എനിക്ക് സാധാരണ ബേസിലിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവാറുണ്ട്. എനിക്ക് അതിന്റെ അത്രയൊന്നും സത്യത്തിൽ ഈ പടത്തിൽ തോന്നിയില്ല. എടാ, നമ്മുടെ കാരണവന്മാരായിട്ട് 10 പൈസ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. പക്ഷെ നമ്മൾ പിഴയ്ക്കും. കിട്ടുന്ന സിറ്റുവേഷനിലെല്ലാം എൻജോയ് ചെയ്യും, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യും. അതാണ് ലൈഫ്. ഇതിലെ ഒരു ക്യാരക്ടറിനും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സാധനവും കഥയ്ക്കകത്തില്ല. പെർഫോമൻസ് ബേസിൽ ഒരു 4.5 കൊടുക്കും പടം. ആൾക്കാരുടെ പെർഫോമൻസ് കേട്ടോ, അടിപൊളി പടം. ധ്യാന മാഷാക്കി പറയില്ല, ധ്യാനം കാണുന്ന പോലെയല്ല. അയാളൊക്കെ സിനിമക്കൊക്കെ ഗ്യാരണ്ടി ഉണ്ടാവാറുണ്ട്. ഉപദേശവും രണ്ടും കൂടി. അംബാനിലേക്ക് വരുമ്പോ കലിപ്പ് പിടിച്ച ആദ്യം മുതൽ അവസാനം വരെ കലിപ്പ്. അതാണ് അംബാനെ കാണിക്കുമ്പോൾ മുതൽ അംബാനെ അവസാനിക്കുന്ന വരെ കലിപ്പ് മോഡാണ്. ലാസ്റ്റ് അംബാനെ എപ്പോഴാണോ കാണിക്കുന്നത് അതുവരെ കലിപ്പ്. അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ കൾച്ചർ അറിയാത്ത ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ അവര് ദൗറി മേടിച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചേക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ കൊണ്ടിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫുൾ മസിൽ കൊടുത്താം. അതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിലെ മികച്ച പെർഫോമൻസുകൾ തന്നെയാണ്. ബേസിൽ ജോസഫ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബേസിലിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്, നമ്മൾ ഫൈറ്റ് ചെയ്യും, നമ്മൾ എൻജോയ് ചെയ്യും. യെസ്, നമ്മൾ ഫൈറ്റ് ചെയ്യും, എൻജോയ് ചെയ്യും. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. നൈസ് പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം പറയാൻ ബാക്കിയുള്ളവർക്ക് എന്തിനാണ് അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ലൊരു പടം. പോയാലോ? വേണ്ടല്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ.